ചരിത്രപരമായ ദിവസം ചരിത്രപരമായ നീക്കം സമരം എന്ന നിലയിലാണ് ഇന്നത്തെ ഡൽഹി സമരത്തെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആ തീരുമാനം ഒരു മണ്ടത്തരമായി പോകുമോ എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ നമുക്കറിയാം ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നത് ഈ BJP സർക്കാരിന്റെ ഫാസിസ്റ്റ് സമീപനം, ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും കൈയടക്കാനുള്ള നീക്കം, സ്വേച്ഛാധിപത്യപരമായ സമീപനങ്ങൾ, ഇതിനെയൊക്കെ എതിർക്കുക, അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള കൂട്ടായ്മയാണ്. രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നുപോയി, അതിനിടയിൽ ചില അസ്വാരസ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ ഡൽഹിയിൽ ഒരു സമരമുഖം തുറക്കുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷി നേതാക്കൾ എല്ലാം ഒരുമിക്കുന്നു. കോൺഗ്രസിനെ അവിടെ കാണുന്നില്ല. കേരളത്തിൽ VD സതീശനെ പോലെയുള്ളവർ ആ സമരത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന ഒരു വിഷയത്തിൽ കോൺഗ്രസ് ഈ നിലയിൽ വിഭിന്നമായ ഒരു നിലപാട് സ്വീകരിക്കുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എങ്ങനെ സൃഷ്ടിച്ചു? അതിൽ പിന്നീട് ഖർഗെ നടത്തുന്ന വിശദീകരണത്തിൽ കേരളത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അത് സംസ്ഥാനത്തെ നേതൃത്വത്തിന് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ നിലപാടിൽ വന്നുകൂടുന്നത്? കേന്ദ്രം ഭരണം തുടങ്ങിയിട്ട് 10 വർഷമായി, 9.25 കഴിഞ്ഞു. പിണറായി വിജയന്റെ ഭരണം 7 വർഷത്തോളമായി. ഈ 2 കാലഘട്ടത്തിലും എന്നാണ് ഈ പിണറായി വിജയൻ ഭരണകൂടം കേന്ദ്രത്തിനെതിരെ സമരത്തിന് പോയിട്ടുള്ളത്? നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഗ്യാസിന്റെ വില 300 സമരമൊക്കെ അവിടെ നടന്നപ്പോൾ അതിനുള്ള പിന്തുണയൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു കേൾക്ക് 320 ആയ സമയത്ത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും ഗ്യാസും കുറ്റിവെച്ച് ഒരു ദിവസം സമരം ചെയ്തവരാണ് CPM. കേരളത്തിലെ അടുക്കളയിലെ അഗ്നി അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ് അടുപ്പ് കൂട്ടൽ സമരം നടത്തിയ ആളുകളാണ് കേരളത്തിലെ CPM. കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് CPM ഏത് സമരം നടത്തിയത്? കേന്ദ്രത്തിനെതിരെ നടത്തിയ സമരം, DYFI നടത്തിയ സമരം എന്ന് പറ, അല്ലെങ്കിൽ CPM നടത്തിയ സമരം, LDFന്റെ സമരം. ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയത്ത് നടത്തുന്ന സമരത്തിന് ആത്മാർത്ഥതയിൽ അതന്നെ ഞങ്ങൾ പറയുന്നത്. ഇനി കേരളം ചെയ്യുന്ന സമരം എപ്പോൾ നടത്തണം എന്നുള്ളത് സമരം നടത്തുന്നവരല്ലേ ശ്രീ നിജേഷ് തീരുമാനിക്കുന്നത്? അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ എപ്പോൾ സമരത്തിന് തീരുമാനിക്കുന്നത്? ഞങ്ങൾ അന്നും ഇന്നും എന്നും കേന്ദ്രത്തിന്റെ സമരത്തിൽ തന്നെയാ. ഞങ്ങളെല്ലാം താങ്കൾ ഒരുപാട് ഒച്ചയെടുത്ത് പറയുന്നത് കൊണ്ടാകും സൂമിൽ താങ്കളുടെ ശബ്ദം ക്ലിയർ അല്ല. ഒച്ചയിടുന്ന പ്രശ്നമല്ല. നിങ്ങള് ഒരു ദിവസം ഇവിടെ ചക്കിട്ടപ്പാറയിലെ ജോസഫ് എന്ന കർഷകൻ പെൻഷൻ കിട്ടാതെ മരണപ്പെട്ട സമയത്ത് ഇല്ലാത്ത വികാരത്തെ, ഇവിടെയുള്ള ലൈഫ് ഭവന പദ്ധതിയിൽ 14 ലക്ഷം ആളുകൾ കൊടുത്തിട്ടും 14,000 പോലും പണം കൊടുക്കാത്തപ്പോൾ ഇല്ലാത്ത വികാരത്തിനെ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകള് പണം തട്ടി അതിന്റെ കേസ് മുന്നോട്ട് പോകുന്ന സമയത്ത് കേരളത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്നപ്പോൾ യാത്രയാക്കാനും സ്വീകരിക്കാനും വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട പിണറായി വിജയൻ പോയപ്പോൾ മിണ്ടാത്ത നിങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ ചരിത്രത്തിലാദ്യമായി മന്ത്രിസഭാ യോഗം, പ്രിയപ്പെട്ട MLA മന്ത്രിസഭാ യോഗം പോലും മാറ്റിവെച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ യാത്രയാക്കാൻ പോയ കേരളത്തിൽ ഏതൊക്കെ ഘട്ടത്തിൽ എങ്ങനെയൊക്കെ സമരങ്ങൾ, പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളല്ലോ. പൗരത്വ ഭേദഗതി വിഷയം വന്നപ്പോൾ, പൊതു ഏക സിവിൽ കോഡ് വിഷയം വന്നപ്പോൾ, അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ബീഫ് ഫെസ്റ്റിവൽ നടന്ന സാഹചര്യം നമ്മളുടെ നാട് കണ്ടിട്ടുണ്ട്. ഓരോ വിഷയങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് ഓരോ തരത്തിലുള്ള സമര രീതികൾ, സമരമുറകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഡൽഹിയിൽ പോയി സമരം നടത്താനോ അല്ലെങ്കിൽ എല്ലാത്തിനും ഒരേ രീതിയിലുള്ള സമരമുഖം തുറക്കാനോ സാധ്യമല്ലല്ലോ. അതൊക്കെ സമരം നടത്തുന്നവരുടെ അവരുടെ തീരുമാനമാണ്, അത് അവർക്ക് വിട്ടുകൊടുക്കുക. പക്ഷേ നിങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഏതൊക്കെ വിഷയങ്ങളിൽ നിങ്ങൾ ഉറച്ച തീരുമാനമെടുത്തു, എവിടെയൊക്കെ നിങ്ങൾ ഒരേ സ്വരത്തിൽ സംസാരിച്ചു എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അതാണല്ലോ നമ്മളിപ്പോൾ അഡ്രസ് ചെയ്ത വിഷയം. ഈ വിഷയത്തിൽ ഖർഗെയുടെ നിലപാട് പോലും എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് ഇല്ല എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യമല്ലല്ലോ ഈ സമരം ഇപ്പോഴാണോ നടത്തേണ്ടതെന്ന്. ഏത് വിഷയത്തിൽ നിങ്ങൾ പറ, ഏത് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള പോരാട്ടത്തിനകത്ത് കോൺഗ്രസിലെ MP-മാർ എന്നാണ് പിറകോട്ട് പോയിട്ടുള്ളത്? ഇവിടെ നവകേരള സദസ്സ് നടത്താൻ ഏക MP ആലപ്പുഴയിൽ അടുക്കളയിൽ കഞ്ഞി വെക്കുന്ന സമയത്ത് അവിടെ പോയി സസ്പെൻഷൻ ഏറ്റുവാങ്ങിയവരെ കോൺഗ്രസ് MP-മാർ. അതുകൊണ്ട് ഞങ്ങൾക്ക് സർവകലാശാലയുടെ സെനറ്റിലേക്ക് ഗവർണർ സ്വന്തം നിലയിൽ കുറച്ച് ആളുകളെ കൊണ്ടുവന്നല്ലോ.
എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? KPCC അധ്യക്ഷൻ എന്താണ് പറഞ്ഞത്? കേരളത്തിന്റെ വിഷയമാണല്ലോ ഇപ്പോൾ. ദേശീയ പാർട്ടി എന്ന നിലയിലുള്ള ഒരു നിലപാടെടുക്കുന്നതിലെ ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാത്തൊരു വിഷയം സെനറ്റിലേക്ക് ഗവർണർ സ്വന്തം നിലയിൽ ആളെ കൊണ്ടുവരുന്നു. KPCC പ്രസിഡന്റ് പറഞ്ഞ എന്താണ്? അതിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല, യോഗ്യത ഉണ്ടെങ്കിൽ ആരെ വേണേലും കൊണ്ടുവന്നോട്ടെ, എങ്ങനെ വേണേലും കൊണ്ടുവന്നോട്ടെ എന്ന് പറഞ്ഞു. എന്തായിരുന്നു ഇവിടുത്തെ അല്ല, നിങ്ങൾ BJPയെ മുന്നിൽ നിന്ന് എതിർക്കുന്നവരാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷെ ഇതാണ് നിങ്ങളുടെ സമീപനം സംസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ. വളരെ കൃത്യമായി പറയാം, ഞങ്ങളുടെ സമീപനത്തിന് തൽക്കാലം സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. വളരെ ആധികാരികമായിട്ടാണ് പറയുന്നത്. ഇതേ ആരിഫ് മുഹമ്മദ് ഖാന്റെ വീട്ടിലേക്ക് ഹിമാലയൻ ആപ്പിൾ കൊണ്ട് സ്ഥിരമായി പോകുന്ന മന്ത്രിമാരുടെ നാടാ കേരളം. ഇതേ ആരിഫ് മുഹമ്മദ് ഖാനെ സ്വീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ആളെ വിട്ട കേരളമാണ്. ഇതേ ആരിഫ് മുഹമ്മദ് ഖാനെ കൊണ്ട് കണ്ണൂർ VC-യുടെ അരി ഒപ്പിടിച്ച് അനധികൃതമായി VC-യെ വയറ്റി വാങ്ങിയ പിണറായി വിജയനാണ്. അതുകൊണ്ട് പിണറായി വിജയൻ ഗവർണർ വിരുദ്ധ പോരാട്ടത്തിന് തെളിഞ്ഞ വെള്ളത്തിൽ നിൽക്കാൻ സാധ്യമല്ല. തനിക്ക് ആവശ്യമുള്ളപ്പോൾ, തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ, മന്ത്രിക്ക് സഭയ്ക്ക് ആവശ്യമുള്ളപ്പോൾ ഗവർണറുമായി അനുകൂലിക്കും. അത് അങ്ങനെ ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന വ്യക്തിക്ക് അത്തരം വിട്ടുവീഴ്ചകൾ വേണ്ടിവരും, അല്ലെങ്കിൽ ആ പദവിക്ക് അനുസൃതമായ ചില നീക്കങ്ങൾ വേണ്ടിവരും. ശ്രീ നിജേഷ്, അത് ഓരോ വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ സ്വതന്ത്രമായ നിലപാട് പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ നമ്മൾ നോക്കേണ്ടത്. അവർ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് പറയുന്നുണ്ടോ ഇല്ലയോ എന്നത്. പറയുന്നില്ല സ്വതന്ത്രമായ നിലപാട് പറയുന്നില്ല. നോക്കൂ, ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിലും കേരളത്തോട് അവഗണന കാട്ടുന്നു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ സമരം ചെയ്യാമായിരുന്നല്ലോ. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സമരമുഖം തുറന്നോ? ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ സമരമുഖം തുറന്നു. എത്ര എംപിമാരുണ്ട്? എവിടെയാണ് അവർ കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സമരത്തിലോ അല്ലെങ്കിൽ ആ നിലയിൽ നിലകൊണ്ടത്? ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചതാണല്ലോ രാജ്യം ഭരിക്കുമെന്ന് പറഞ്ഞ്. അല്ല, കേരളത്തിലെ MP-മാർ, കേരളത്തിലെ 18 UDF MP-മാർ കേന്ദ്ര വിരുദ്ധ സമരം നടത്തിയിട്ടില്ല. നരേന്ദ്രമോദിക്ക് സിന്ദാബാദ് വിളിച്ചു എന്നത് ന്യൂസ് 18 കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അല്ലല്ല, ഞാൻ ഈ വിഷയത്തിലാണ് ചോദിച്ചത്. നിങ്ങൾ ന്യായീകരണവുമായിട്ട് ഇറങ്ങിയല്ലോ. ഏക സിവിൽ കോഡ് വിഷയം കോഴിക്കോട്ടങ്ങാടി സമരം നടത്തിയ സമയത്ത് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് നടത്തിയ പൗരത്വ സമരകാലത്ത് ഇപ്പോഴും പൗരത്വ സമര വിഷയവുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴും പിണറായി വിജയൻ ഗവൺമെന്റ് പിൻവലിച്ചോ? ഞാനും ജയിലിൽ പോയതാ. ഞാൻ 4 ദിവസം പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ പോലീസ് അടച്ച ജയിലിനകത്ത് പോയതാ. എന്തുകൊണ്ട് കേന്ദ്രത്തിൽ സമരം ചെയ്തപ്പോൾ ഞങ്ങളെ കോഴിക്കോട് ജയിലിൽ 57 പേരെ പിണറായി വിജയൻ ജയിലിലടച്ചു? മന്ത്രിസഭ മാറ്റിവെച്ച് താങ്കൾ പറയുന്നത് എനിക്ക് കൃത്യമായി വ്യക്തമാകുന്നില്ല. കാരണം കുറച്ചുകൂടി കുറച്ച് സംസാരിച്ചാൽ എനിക്ക് തോന്നുന്നു സൂമിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി താങ്കളെ കേൾക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. മോദിയെ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ച് നരേന്ദ്രമോദിയെ യാത്രയാക്കാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മന്ത്രിയെ അയച്ചാൽ പോരായിരുന്നോ? സ്വീകരിക്കാൻ വേണ്ടി ഇതേ മുഖ്യമന്ത്രി പോയി. അങ്ങനെ 2 നേരമൊക്കെ പ്രധാനമന്ത്രിയെ വരവേൽക്കാനും യാത്രയയക്കാനും ഒക്കെ പോയ സാഹചര്യം എന്താണ്? ഈ സാഹചര്യമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഈ സാഹചര്യമാണ് നിങ്ങൾ പറയേണ്ടത്. അവിടെയാണോ? തീർന്നില്ല. അവിടെയാണ് കേന്ദ്ര ഏജൻസികൾ. നേരത്തെ നിങ്ങൾ ചോദിച്ചില്ല, MLA ചോദിച്ചില്ല, ചിദംബരത്തെ ജയിലിലടച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ മാത്രമേ നരേന്ദ്രമോദിയുടെ ഈ നയത്തിന്റെ ഉള്ളിൽപ്പെട്ട് ജയിലിൽ പോയിട്ടുള്ളൂ. DK ശിവകുമാർ ജയിലിൽ പോയിട്ടുണ്ട്, ചിദംബരം ജയിലിൽ പോയിട്ടുണ്ട്, അസംഖ്യം ആളുകൾ പോയിട്ടുണ്ട്. എന്നാൽ കേന്ദ്രത്തിന്റെ വണ്ടി വന്നു നിൽക്കാത്ത ഒരേ ഒരിടം അത് കേരളമാണ്. നരേന്ദ്രമോദി തേക്കിൻകാട് മൈതാനിയിൽ വന്ന് സ്വർണ്ണക്കടത്തുകാർ എവിടെ എന്ന് ചോദിച്ച സമയത്ത് ഡൽഹി സമരത്തിന്റെ ഭാവവും രൂപവും മാറിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ, മാധ്യമങ്ങൾ തന്നെയാ പറഞ്ഞത്. നേരത്തെ പ്രതിഷേധ സമരം ഒരു സമ്മേളനമായി മാറിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ പറയുന്നതല്ല. ആളിക്കത്തുന്ന സമരം ഉണ്ടെങ്കിൽ നേരത്തെ ആവാമായിരുന്നു. അത് നികുതി കേരളത്തിനകത്ത് പിരിച്ചുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുമായിരുന്നു. മാവേലി സ്റ്റോറിൽ സാധനം നോക്കാനുള്ള സംവിധാനം ചെയ്താൽ ഞങ്ങൾ നോക്കുമായിരുന്നു. ഒന്നും ചെയ്യാത്ത കേരളം, കേരളത്തിലെ ഭരണം അങ്ങേയറ്റം താഴെ പോയ സമയത്ത് ഒന്നും ചെയ്യാത്ത കേരളം ഈ ഒരു സമരത്തിന്റെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിനകത്ത് നിങ്ങളെപ്പോലെയുള്ള ആളുകളെ പോലും ഒരു വശംബദരാക്കുന്ന തലത്തിലേക്ക് മാറിപ്പോയപ്പോഴാണ് ആ സമരത്തിന് വെക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രവിരുദ്ധ സമരം നടത്തിയതാണ്. ഞങ്ങൾ ആ സമരം ഇനിയും മുന്നോട്ട് പോകും. അതിന് തൽക്കാലം രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ പൊറോട്ട വേണോ, ബിരിയാണി വേണോ, മന്തി വേണോ എന്ന് ബാനർ വെച്ച ആളുകളെ തൽക്കാലം ആവശ്യമില്ല.